വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് ആർദ്ര. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒന്ന് ഫ്രഷായി വന്നു കേട്ടോ. പല്ലൊക്കെ തേച്ച് ഒന്ന് മുഖമൊക്കെ വാഷ് ചെയ്ത് സെറ്റായി. ഇപ്പോൾ സമയം 5:34. ഞാൻ ഈ സമയത്തൊന്നും എപ്പോഴും ഒന്നും എണീക്കാറില്ല കേട്ടോ. ഇന്നെന്തോ കോയിൻസിഡൻസ് ആയിട്ട് അങ്ങ് എണീറ്റതാണ്. അപ്രതീക്ഷിതമായി എണീറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ എന്തോ ഉറക്കത്തിന് ഞെട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണ്. ഞാൻ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് ഇന്ന് മോർണിംഗ് ഷിഫ്റ്റാണ്. പിന്നെ ഞാൻ വിചാരിച്ചത് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന്. ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണ് കേട്ടോ. അപ്പം ഇപ്പം സമയം 5:40 ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ അപ്പം ഉണ്ടാക്കുന്നത് ഭയങ്കര ലാഗല്ലേ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിന്ന് രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അത് കമൻറ്റ് ബിലോ എന്നാണ് പറഞ്ഞത്. മനസ്സിലായവരുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ ഗേൾസ്. അങ്ങനെ ഒരപ്പം കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ അത് സെറ്റായി. അപ്പോൾ അതേ അപ്പം റെഡിയായി. ഇങ്ങനെ കൈ പൊള്ളിയിട്ടുള്ളവരുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യും. വീണ്ടും ഞാൻ അപ്പത്തിൻ്റെ മാവ് ഒന്ന് വെള്ളം തിളച്ചതാണ് കേട്ടോ. ഭയങ്കര ഹീറ്റ് ആവുമല്ലോ. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പനീർ ഇങ്ങനെ ബട്ടർ മസാല വെക്കുന്ന പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു കറി കേട്ടോ. അപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കിങ്ങനെ ഊസിഡി പ്രാന്ത് ഇടയ്ക്ക് കയറാറുണ്ട്. അത് എനിക്ക് മാത്രമായിട്ട് തോന്നണം, അത് വൃത്തിയുടെ കിടക്കുകയാണ്, അത് പോയി വൃത്തിയാക്കിയേക്കാം എന്നെനിക്ക് തോന്നണം. അപ്പം ഞാൻ പോയി എല്ലാം വൃത്തിയാക്കി ഇടും. അല്ലെങ്കിൽ ഭയങ്കര വൃത്തിയുടായിരിക്കും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നത്തെ പുതിയ ഡേ അല്ലേ, അപ്പോൾ ഇന്നത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതങ്ങ് ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ എണീക്കുമ്പോൾ തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷേ എണീക്കുമ്പോൾ എനിക്ക് മടിയാണ്. അതുപോലെ തന്നെ എണീക്കുമ്പോൾ തന്നെ ചെയ്തൊന്നും നടക്കില്ല, എനിക്ക് തീരെ പറ്റൂല. പിന്നെ ഞാൻ എളുപ്പം തന്നെ ഈ ബെഡൊക്കെ വിരിച്ചിടുകയാണ്. എനിക്കറിയാം നല്ല ലാഗാണ് വീഡിയോ, ഞാൻ മാക്സിമം സ്പീഡ് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ ബെഡ് ഇങ്ങനെ എനിക്കിങ്ങനെ 2 പില്ലോയും കുറേ പാവകളുണ്ട്. ഇവരൊന്നും ഇല്ലാതെ എനിക്ക് ഉറക്കം ശരിയാവില്ല കേട്ടോ. അതൊക്കെ വേറെ കാര്യം. ഇവരാരും ഇല്ലെങ്കിൽ ഞാൻ ഉറങ്ങില്ല. എനിക്ക് 2 പേര് ഇപ്പോൾ വെച്ച 2 പേര് അത് മെയിനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ. എല്ലാവരും ഇഷ്ടമാണെങ്കിലും കുറച്ചും കൂടി എന്തോ. പിന്നെ ഞാൻ ബ്ലാങ്കറ്റ് മടക്കി വെക്കുകയാണ്. അപ്പോൾ അതേ ബ്ലാങ്കറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് മടക്കി വെക്കുന്നുണ്ട്. അപ്പം ഇതെൻ്റെ ബെഡാണ്. അച്ഛൻ്റെ അമ്മയുടെയും ബെഡിൽ വൃത്തിയാക്കുന്നത് ഞാൻ എടുത്തില്ല, കാരണം അപ്പോഴത്തേനും വീഡിയോ ഭയങ്കര ലാഗാവും. പിന്നെ ഞാൻ ആ റൂമേ അങ്ങ് ക്ലീൻ ചെയ്തിട്ടു. അപ്പം അത് സെറ്റായി. പിന്നെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം വലിയ ഇതൊന്നും ഇല്ലെങ്കിലും കുറച്ച് നേരം ഒന്നിരുന്ന് പഠിക്കാം എന്ന് വിചാരിച്ചു. കാരണം ഇത് ഫ്രഷ് മൈൻഡല്ലേ, അപ്പം ഫ്രഷായിട്ട് പഠിക്കുമ്പോഴത്തേനും എന്തോ ഒരു ഇതല്ലേ. അതുകൊണ്ട് ഞാൻ എളുപ്പം മനസ്സിലാവുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഡിസ്ട്രാക്ഷൻസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ, ഡോണ്ട് മൈൻഡ്. പിന്നെ ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇങ്ങനെ മെമ്മറൈസ് ചെയ്ത് വെക്കലാണ് ഇപ്പോഴത്തെ എൻ്റെ പണി കേട്ടോ. മുമ്പൊക്കെ ഇങ്ങനെ എഴുതി പഠിക്കുമായിരുന്നു. ഇപ്പോൾ എഴുതി പഠിത്തമൊന്നുമല്ല, ഇപ്പോൾ ഇതൊക്കെയാണ് ഇത്. പിന്നെ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടാൻ ഞാൻ പരമാവധി എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല കേട്ടോ. അപ്പം ആദ്യം നമ്മൾ ആദ്യം കാണിച്ച റൂമിൽ ഇരുന്ന് പഠിച്ചതാണ്. പിന്നെ എനിക്ക് അവിടെ ഇരുന്ന് എന്തോ ഫീൽ ചെയ്തു. എനിക്ക് അവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ ഒരു സുഖം കിട്ടാത്തതുകൊണ്ട് പിന്നെ എൻ്റെ റൂമിൽ വന്നിരുന്ന് പഠിച്ചത്. അപ്പം ഇപ്പം ഇംഗ്ലീഷാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിച്ചു അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഉച്ചയ്ക്ക് ചോറുണ്ണാൻ സമയമായി. ചോറിന് മുട്ട വറുത്തതും ഓമയ്ക്ക തോരൻ, അഥവാ പപ്പായ, പഴുക്കാത്ത നല്ല പച്ച പപ്പായല്ലേ, ആ തോരനും പിന്നെ ചമ്മന്തി മോരുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇതിനിടയ്ക്ക് ഞാൻ പോയി കുളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ ഇന്നത്തെ ഡിന്നർ പുട്ടും ചെറുപയറും. എൻ്റെ ഫേവറേറ്റ് ഫുഡാണ്. ചെറുപയറും എനിക്ക് ജീവനാണ് കേട്ടോ. പിന്നെ അതൊക്കെ ഞാൻ പോയി കിടന്നുറങ്ങി. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലൊക്കെ നമ്മൾ വാവച്ചീനെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ വീട്ടിലേക്കാണ് വന്നത്. ഇന്ന് അവരൊന്നുമില്ല, ഇന്ന് അവരൊക്കെ നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പം ആൻറ്റി മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ചുമ്മാ ഒന്ന് വിസിറ്റ് ചെയ്ത് പോവാണ് കേട്ടോ. ചുമ്മാ ഇവർക്ക് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കാമല്ലോ. ഞാൻ ചുമ്മാ കൂട്ടുപോകുന്നതേ ഉള്ളൂ. ഇപ്പം വെക്കേഷനൊക്കെ അല്ലേ, ബഹറിലുള്ളവർക്കാണ് വെക്കേഷനൊക്കെ അല്ലേ, എന്തൊക്കെയാണ് പരിപാടികൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അമ്മയ്ക്കും എനിക്കും നല്ല കട്ട പോസ്റ്റ് എന്നിട്ട് അച്ഛൻ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ അവിടെയാണ് കേട്ടോ ഉള്ളത്. അപ്പം റേഡിയോ ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ഞാൻ കഥ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ലഞ്ച് അവിടെ നിന്നായിരുന്നു. ചിക്കൻ കറിയും പയറ് തോരനും മുട്ട പൊരിച്ചതും അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു. മറന്നു പോയിട്ടോ, ഞാനിത് കുറേ ദിവസത്തിന് ശേഷമാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്.
പിന്നെ ഒരു 7 മണിയൊക്കെ 7:15 ആയപ്പോഴത്തേനും എനിക്കിങ്ങനെ വിശന്ന് തുടങ്ങി. അപ്പം എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കണം. അതെന്തോ പണ്ട് തൊട്ട് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ലേസും മുറുക്കും ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഡിന്നറൊക്കെ കഴിച്ച് പോയി കിടന്നു തുടങ്ങി. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.